പി.വി. അൻവർ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ വിമർശനം. സതീശൻ നിലപാട് മയപ്പെടുത്തണമെന്ന് കെ.എം. ഷാജി, എം.കെ. മുനീർ അടക്കമുള്ള നേതാക്കളാണ് വിമർശനം ഉന്നയിച്ചത്. വിമർശനങ്ങളെ പി.കെ. കുഞ്ഞാലിക്കുട്ടി ശരിവച്ചു. മുഹമ്മദ് അസ്ലം ഉണ്ട് നിലമ്പൂരിൽ നിന്ന് വാർത്തകൾ വിശദാംശങ്ങൾ നൽകാൻ. അസ്ലം, UDF-ൽ ഒരു ഭിന്നതയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഘടകകക്ഷിയിലും ആ ഒരു ഭിന്നത പ്രതിഫലിക്കുകയാണോ? ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടി ചേർന്നിരുന്നു. ഈ യോഗത്തിലുള്ള വിലയിരുത്തലുകളിലാണ് വി.ഡി. സതീശന്റെ കർശന നിലപാട് സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നത്. പി.വി. അൻവറിനെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF-നൊപ്പം കൂട്ടണമായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. മാത്രമല്ല, അത് വി.ഡി. സതീശന്റെ ഒരു കർശന നിലപാടാണ് ഇതിന് കാരണമായെന്ന് പല നേതാക്കളും പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ വി.ഡി. സതീശൻ കുറെ കൂടി തന്മയത്വത്തോടെയും അതോടൊപ്പം തന്നെ മയപ്പെട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മുന്നണിയുമായി മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും നേതാക്കൾ വിലയിരുത്തി. ഈ യോഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കെ.എം. ഷാജി, എം.കെ. മുനീർ അടക്കം പല നേതാക്കളും സമാനമായ രീതിയിലാണ് സംസാരിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം വിമർശനങ്ങളെ പി.കെ. കുഞ്ഞാലിക്കുട്ടി തടഞ്ഞില്ലെന്ന് മാത്രമല്ല, ഏറെക്കുറെ ശരിവെച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ച് നടത്തിയത്. തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ വി.ഡി. സതീശൻ ഇത്തരത്തിൽ കർശന നിലപാടുകളെക്കുറിച്ച് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിക്കാനും യോഗത്തിലൊരു ധാരണയായിട്ടുണ്ട്. അതേസമയം അതിനുശേഷം ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടേതായ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മാത്രമാണ് ഉണ്ടായത്, ആരെങ്കിലും ലക്ഷ്യമിട്ട് എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നുകൂടി അദ്ദേഹം പ്രസ്താവനയുടെ വിശദീകരിക്കുന്നു. എന്തായാലും കാര്യമായ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പി.വി. ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നിടത്ത് വി.ഡി. സതീശന്റെ കർശന നിലപാടുകൾ അത് ഒരു തടസ്സമായിരുന്നു. അത് ഇങ്ങനെ പോയാൽ മതിയാവില്ല, കുറെ കൂടി മയപ്പെട്ട് വേണം ഈ മുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ എന്നൊരു കാര്യമാണ് ലീഗ് യോഗത്തിലുണ്ടായത്. എന്തായാലും ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ശരി, മുഹമ്മദ് അസ്ലമാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്.